എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ഇപ്പോഴും വിട്ടുകൊടുക്കാതെ അവന്റെ കൈ അങ്ങനെ ബോഡി മുഴുവൻ ചുറ്റി വലിഞ്ഞ് അങ്ങനെ ആഞ്ഞു വലിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം. അത് മാത്രമാണ് ഇപ്പൊ ലൂഫിയുടെ മനസ്സിലുള്ള ഏക കാര്യം. നാമിയാണെങ്കിൽ അവന്റെ തലയ്ക്ക് അടിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് നീ ഇതൊന്ന് നിർത്ത്. നിന്റെ കൈ അത് ഓൾമോസ്റ്റ് രണ്ടായിട്ട് മുറിഞ്ഞു പോവാനായി. ഇനിയും നീ കൈക്ക് ഓവർ സ്ട്രെസ് കൊടുത്താൽ അത് മുറിഞ്ഞു പോവും. പിന്നീട് നിനക്ക് ഫുഡ് കഴിക്കാൻ കൈ ഉണ്ടാവില്ല. നീ ഒരു അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യും. നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടേക്ക് വരാതിരിക്കില്ല. അതിന് ലൂഫി ആണെങ്കിൽ തീർത്തു പറയും, നമ്മുടെ ഫ്രണ്ട്സിന് മുൻപ് ആ ബിഗ് മോം അവൾ ഇവിടേക്ക് വന്ന നമ്മളെ രണ്ടുപേരെയും തല്ലിക്കൊല്ലും. അതിനു മുൻപ് കൈ പോയാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ വീണ്ടും ആ സെല്ലിൽ ആഞ്ഞെട്ടിക്കുകയാണ്. ക്രീം തലേനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ചത്താ മതിന്നാവും. അതേസമയം നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ അവന്റെ ചുന്ദരി പെണ്ണ് കുട്ടിങ് അവളെ മനസ്സിൽ ഇമാജിൻ ചെയ്ത് അങ്ങനെ അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. മാത്രമല്ല അവൾക്ക് കൊടുക്കാൻ അടിപൊളി റോസ് ഒക്കെ ചേർത്ത് വെച്ച് അവനൊരു ക്യൂട്ട് ബൊക്കെ കൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവൻ ആ ബൊക്കയും ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്ത് അങ്ങനെ നടന്ന് അവളുടെ റൂമിന്റെ മുൻപിലേക്ക് വരികയാണ്. അവൻ സെക്യൂരിറ്റിയോട് ഡോർ ഓപ്പൺ ചെയ്യാൻ പറയും. അതിനാ സെക്യൂരിറ്റി ആണെങ്കിൽ ടെൻഷനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ല, ഇപ്പോ പുട്ടിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അവളിപ്പോ നല്ല തിരക്കിലാണ്. സാഞ്ചിക്കാണെങ്കിൽ കുറച്ച് നാണമൊക്കെ തോന്നും. അവള് മാരേജിനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുകയായിരിക്കും. സത്യത്തിൽ അവൾ എന്റെ ഭാഗ്യമാണ്, എന്റെ ചുന്ദരി പെണ്ണാണെന്നൊക്കെ പറഞ്ഞ് ആ സ്വീറ്റ്സും ഇതും ഫ്ലവേഴ്സും എല്ലാം തന്നെ ആ സെക്യൂരിറ്റിക്ക് നേരെ നീട്ടുകയാണ്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഇതൊന്ന് അവൾക്ക് കൊടുക്കാൻ പറ്റുമോ? അതിനാ സെക്യൂരിറ്റി ആണെങ്കിൽ, എന്നെ കൊണ്ട് പറ്റില്ല, ഇതൊന്നും അവൾക്കിപ്പോൾ കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഇവിടെയുള്ള ഫുഡ് മാത്രമേ അവൾ കഴിക്കാൻ പാടുള്ളൂ, അതല്ലാതെ പുറത്തുനിന്ന് യാതൊരു ഫുഡും അവൾക്ക് ഈ സമയത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ സെക്യൂരിറ്റി ഇപ്പോ സാഞ്ചി അവിടുന്ന് പറഞ്ഞയക്കും. സാഞ്ചി ആണെങ്കിൽ ആകെ സാഡായിട്ട് മറ്റൊരു ഭാഗത്തേക്ക് വരും. അപ്പോഴായിരിക്കും അവനൊരു ബുദ്ധി വെളിച്ചുണ്ടാവുക. എന്തുകൊണ്ട് ബാക്ക് ഡോർ വഴി ബാൽക്കണി സൈഡിലേക്ക് പോയാൽ അവളെ മീറ്റ് ചെയ്തു, ബാൽക്കണി സൈഡിലൂടെ പോയി അവളെ മീറ്റ് ചെയ്തുകൂടാ? ഇതൊരു കറക്റ്റ് ഐഡിയ ആണെന്ന് ചിന്തിച്ച് അവനിപ്പോ പുറകിലൂടെ ബാൽക്കണി ഏരിയയിലേക്ക് പോവാൻ തയ്യാറാവും. അവനാണെങ്കിൽ അങ്ങനെ മുകളിലേക്ക് കയറി വന്ന് ശബ്ദം ഉണ്ടാക്കാതെ ജനലിലൂടെ അവളെ നോക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അവളുടെ തൊട്ട് മുൻപിലാണെങ്കിൽ സാഞ്ചിയുടെ സിസ്റ്റർ. ഇവളെന്തിനായിരിക്കും ഇവിടേക്ക് വന്നത് ചിന്തിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും പുട്ടിങ് അവളുടെ റിയൽ ഫേസ് അത് റിവീൽ ചെയ്യുക. അവൾക്ക് രണ്ട് നോർമൽ കണ്ണും നെറ്റിയില് മറ്റൊരു കണ്ണും അടക്കം 3 കണ്ണുണ്ട്. അവളാണെങ്കിൽ ഇപ്പൊ റേച്ചുവിനെ നോക്കി കളിയാക്കി വമ്പൻ അറഗൻസില് അങ്ങനെ ദേഷ്യപ്പെട്ടു പറയും, നിന്റെ ബ്രദർ ആ സാഞ്ചിയെ അവനെ ആർക്ക് വേണം? അവനെ പോലെ ഒരുത്തനെ പാർട്ട്ണറായി സ്വീകരിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ്. ഞാനെന്നല്ല ഒരു പെൺകുട്ടിയും അവനെ ഇഷ്ടപ്പെടില്ല, അത്രയ്ക്ക് ബോറിനാണ് അവൻ. സാഞ്ചി ആണെങ്കിൽ അത് കേട്ട് ഞെട്ടുകയാണ്. അവളാണെങ്കിൽ വീണ്ടും പറയും, നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞങ്ങൾ ഇത്രയും കാലവും നിങ്ങളുടെ മുൻപിൽ നന്നായിട്ട് അഭിനയിക്കുകയായിരുന്നു. ഞാനാണ് എൻ്റെ അമ്മ ബിഗ് മോമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മകൾ. കാരണം ഞാൻ നന്നായിട്ട് ആക്ട് ചെയ്യും. എൻ്റെ ആക്ടിങ്ങിലാണ് നീയും നിന്റെ ബ്രദറും എല്ലാവരും വീണത്. സോ എൻ്റെ ആക്ടിങ്ങിന്റെ എന്താണെന്ന് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയില്ലേ? നിങ്ങളുടെ അടുത്ത് മാത്രമല്ല ഞാൻ ആക്ട് ചെയ്തത്, ആ ലൂഫിയാൻ ടീം അവരുടെ അടുത്തും ഞാൻ നന്നായിട്ട് ആക്ട് ചെയ്ത് അവർക്ക് ഞാനൊരു മാപ്പ് വരച്ചു കൊടുത്ത് ബുദ്ധിപരമായിട്ട് ആ കാട്ടിലേക്ക് എത്തിച്ചു. ആ കാട്ടിലെത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു കാരണവശാലും അവിടുന്ന് സർവൈവായി രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയില്ല. ഇതെല്ലാം തന്നെ എന്റെ മാസ്റ്റർ ബ്രെയിൻ ആണ്. എന്റെ ഫാമിലിയിലുള്ളവർക്ക് മാത്രമേ എന്റെ റിയൽ ഫേസും ആക്ടിങ് സ്കില്ലിനെ കുറിച്ചും ഒക്കെ അറിയൂ. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ കമ്പിയിൽ അങ്ങനെ ആഞ്ഞെട്ടിക്കുകയാണ്. അപ്പൊ ലൂഫി അവൻ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കില് ആ പുട്ടിങ് അവനോട് പറഞ്ഞ സീക്രട്ട് അത് ആലോചിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, സാഞ്ചിയെ വിവാഹം കഴിക്കാനല്ല, മറിച്ച് അവനെ കൊല്ലാനാണ് പോകുന്നതെന്നാണ് അവൾ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക. സോ അവളൊരു വില്ലത്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് സാഞ്ചിയെ രക്ഷിക്കാനാണ് നമ്മുടെ ചെക്കൻ ഇത്രയും സമയമായിട്ട് നിരന്തരമായിട്ട് ശ്രമിക്കുക. ഇവിടെ ആ പുട്ടിങ് ആണെങ്കിൽ റേച്ചയെ നോക്കി പറയും, നിന്റെ ബ്രദർ അടക്കം അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും വിട്ടികളാണ്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് നിങ്ങളുമായിട്ടൊരു ബന്ധത്തിനൊന്നും യാതൊരു താല്പര്യവുമില്ല. എൻ്റെ അമ്മ ബിഗ് മോമിന് ആവശ്യം നിങ്ങളുടെ ടെക്നോളജിയും ഡെർമ 66ന്റെ സോൾജിയേഴ്സിനെ മാത്രമാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തത്. വെഡിങ് ടൈമിൽ നിങ്ങളെ എല്ലാവരെയും കൊന്ന് നിങ്ങളുടെ ടെക്നോളജിയെയും സോൾജിയേഴ്സിനെയും ഞങ്ങൾക്ക് സ്വന്തമാക്കാനാണ് ഞങ്ങളുടെ അമ്മയുടെ പ്ലാൻ. സാക്ഷാൽ പുട്ടിങ് അവളാണ് വില്ലത്തിയെന്നറിഞ്ഞ് എല്ലാവരും ഷോക്കായിട്ടിരിക്കുകയാണ്. അവളുടെ
ആ 3 കണ്ണ് അത് കാണുമ്പോൾ തന്നെ അറിയാം അവൾ എത്രമാത്രം ടെററാണെന്ന്. അവളുടെ കയ്യിൽ ഒരു സ്പെഷ്യൽ ഗണ്ണുണ്ട്. അതുപയോഗിച്ചാണ് അവൾ എല്ലാവരെയും കൊല്ലുന്നത്. ആക്ച്വലി ഇവളുടെ മാസ്റ്റർ പ്ലാനിലാണ് ഓരോരുത്തരും ഓരോ അപകടങ്ങളിൽ ചെന്ന് പെടുന്നത്. അതുപോലെ തന്നെ നാളെ മാരേജിന്റെ സമയത്ത് പിങ്ക് സ്മോക്ക് ഫാമിലിയിലെ 6 പേരെ കൊല്ലാനായിട്ട് അവൾ അതിൽ 6 ബുള്ളറ്റ് ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് ജെല്ലിയും കാർപ്പറ്റും അവർ രണ്ടുപേരും അവളെ കണ്ട് വേർത്ത് കുളിച്ചിരിക്കുകയാണ്. അവളാണെങ്കിൽ റേച്ചുവിനോട് പറയും, ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ നീ പേടിക്കരുത്, ഓടാൻ ശ്രമിക്കരുത്, വെഡ്ഡിംഗ് കേക്കിൽ ബ്ലഡ് വീഴുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് റൂമിന് പുറത്ത് നമ്മുടെ സാഞ്ചിയെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെയും സ്നേഹത്തോടെയും കൂടെയാണ് അവൾക്ക് ആവശ്യമായിട്ടുള്ള ഗിഫ്റ്റും ഫ്ലവേഴ്സുമായിട്ട് അവിടേക്ക് വന്നത്. ഇങ്ങനെ ഒരു വമ്പൻ ട്വിസ്റ്റ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇവിടെ അവളാണെങ്കിൽ ആ ഗണ്ണിലേക്ക് തന്നെ നോക്കും. ആക്ച്വലി ആ ഗണ്ണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന്റെ ബുള്ളറ്റ്സിന് ഗാർഡ്സ് പിടിക്കുന്ന ആ ഒരു പരിചയം പോലും തുളച്ച് അകത്തേക്ക് പോകാനുള്ള അത്രയും പവറും കാലിബറും ഉണ്ട്. സോ അതൊരു നിസ്സാര തോക്കല്ല. ആർക്കും അതിന്റെ ബുള്ളറ്റിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അവളാണെങ്കിൽ ആ ഗണ്ണൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് കാണിക്കും. അതിനുശേഷം ആ ജെല്ലിയോടും കാർപ്പറ്റിനോടും പറയും, സാഞ്ചി എൻ്റെ അവൻ്റെ കല്യാണം അതങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു വമ്പ ട്വിസ്റ്റ് അതവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അവൻ എന്നെ മാരേജ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന സമയം ഞാൻ ഈ ഗണ്ണ് വെച്ച് അവൻ ഷൂട്ട് ചെയ്യും. അവൻ എന്നോട് ഭയങ്കരമായിട്ടുള്ള അനുരാഗമാണ്. അവൻ്റെ കണ്ണിലും നാവിലും എല്ലാം അതങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവൻ അവൻ്റെ ഫാമിലിയിൽ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞു. അത് കേട്ട് സത്യത്തിൽ എനിക്ക് ചിരിയാണ് വന്നതെന്ന് പറഞ്ഞ് അവളുടെ മോൺസ്റ്റർ കണ്ണും നാവെല്ലാം നീട്ടി പൊട്ടിച്ചിരിച്ച് സാഞ്ചിയെ കളിയാക്കും. ഇവിടെ സാഞ്ചിക്കാണെങ്കിൽ അതെല്ലാം കേൾക്കും തോറും അവന്റെ വിഷമവും സങ്കടവും ഒക്കെ കൂടി വരികയാണ്. അവൻ ഒരു നിമിഷം തകർന്നില്ലാതാവും. സാഞ്ചിയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ലൂഫിയാൻ ടീമിനോട് പോലും ഷെയർ ചെയ്തിട്ടില്ല. അത്രയും അവളെ സ്നേഹിച്ചും വിശ്വസിച്ചുമാണ് ഈ കാര്യങ്ങളെല്ലാം അവളോട് ഷെയർ ചെയ്തത്. അവളാണെങ്കിൽ സാഞ്ചിയുടെ ട്വെല്ലിംഗ് ആയിട്ടുള്ള ഫേസ് അതൊക്കെ അനുകരിച്ച് കാണിച്ച് അവനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. സാഞ്ചിയുടെ ലൈഫിൽ നടന്ന വളരെ ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം അവൾ ഫണ്ണി ആയിട്ട് പറയും. അതുമാത്രമല്ല അവൾ സാഞ്ചിയുടെ മുൻപിൽ കരഞ്ഞ് എന്റെ വിശ്വാസം നേടിയെടുത്ത് അവനെ ബുദ്ധിപരമായിട്ട് പറ്റിക്കുകയായിരുന്നു. ഇവിടെ റേച്ചു ആണെങ്കിൽ അവൾ പറയുന്നതെല്ലാം കേട്ട് ഒരുപാട് വിഷമിക്കുകയാണ്. കാരണം സാഞ്ചി ഇത്രയധികം ബുദ്ധിമുട്ടിലൂടെയും കഷ്ടപ്പാടിലൂടെയൊക്കെ കടന്നു പോയെന്ന് അവൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ സാഞ്ചി അവൻ കൊണ്ടുവന്ന ഫുഡും ഫ്ലവറും താഴെയിട്ട് ആ മഴയത്ത് സിഗരറ്റ് കത്തിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് കത്തില്ല. ഇവിടെ അവളാണെങ്കിൽ തീർത്തു പറയും, അവനെപ്പോലൊരുത്തനെ ഒരു പെണ്ണും സ്വീകരിക്കില്ല. അവന്റെ മുഖവും സംസാരവും സാഡ് സ്റ്റോറിയും ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ അവനെ വെറുത്തു പോയെന്ന് പറയും. കട്ട് ചെയ്താ ഇപ്പൊ ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ അവന്റെ ഫുൾ പവർ എടുത്ത് ആ ഒരാണി അത് വലിച്ചു പറിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പുട്ടിങ് ആണെങ്കിൽ റേച്ചുവിനെ നോക്കി പറയും, നിങ്ങൾ സത്യത്തിൽ റോയൽ ഫാമിലി തന്നെയാണോ? നിങ്ങളെ കണ്ട ഒരാക്രി ഫാമിലിയെ പോലെ ഉണ്ട്. അതും നിങ്ങൾ ആരും തന്നെ കാണാൻ യാതൊരു ഭംഗിയുമില്ല. നിങ്ങൾ തന്നെ ഏറ്റവും വേസ്റ്റും വേഴ്സ്റ്റുമാണ് സാഞ്ചി. അവനെയാണോ എന്നെ പോലെ ഒരുത്തിക്ക് നിങ്ങൾ കണ്ടെത്തിയത്? ഇവിടെ സാഞ്ചി ആണെങ്കിൽ വീണ്ടും ആ ലൈറ്റർ ഉപയോഗിച്ച് സിഗരറ്റ് കത്തിക്കും. അപ്പൊ അങ്ങനെ സൂം ചെയ്ത് അവനെ കാണിക്കും. അവന്റെ കണ്ണുനീര് അത് ആ മഴയിൽ അങ്ങനെ അവന്റെ മുഖത്തോടെ ഒലിച്ചിറങ്ങും. എല്ലാം തകർന്ന് സാഞ്ചി അങ്ങനെ ശോകമായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.